ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒരു മാമ്പഴത്തര ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിൽ ഒരു 2-3 കറുകപ്പട്ടയും ഒരു ഇത്തിരി കുരുമുളകും പിന്നെ ഒരു 2-3 ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടതിന് ശേഷം മാമ്പഴം ഒരു 2-3-4 മാമ്പഴം എടുത്തിട്ടുണ്ട്. അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഈ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. വേവിച്ചത് ആ ഒരു പൾപ്പ് നമുക്ക് അരിച്ചെടുക്കണം. കാരണം നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ മാറ്റി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു പാനിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുറുക്കിയെടുക്കണം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത്യാവശ്യം പഞ്ചസാര നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. മാങ്ങയുടെ പഴുപ്പിനനുസരിച്ചാണ് പഞ്ചസാര നമ്മൾ ഇടണത്. അപ്പോൾ പഞ്ചസാരയും കുറച്ചൊരു നുള്ളു ഉപ്പും ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര അതിന് ശേഷം നമുക്കിതൊരു പാനിൽ ഇത്തിരി ഓയിൽ തടവിയതിന് ശേഷം അതിലൊഴിച്ചിട്ട് നമുക്കൊരു 3 to 4 ഡേയ്സ് നമുക്കിതൊന്ന് നല്ല വെയിൽ കൊള്ളിക്കണം. ആ വെയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഞാനൊരു 3 ദിവസത്തോളം ഇത് വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മാങ്ങാത്തര നന്നായിട്ട് വന്നു. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്ക് പുളിയൊന്നും അധികം ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്, അതുകൊണ്ടായിരിക്കാം. മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് ഈ റെസിപ്പിയിൽ നമുക്ക് ആ സ്പൈസസ് ആഡ് ചെയ്യുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ശരി, നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.